ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഉപതെരഞ്ഞെടുപ്പുകൾ ബിജെപിക്കേറ്റ പരാജയത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏൽക്കുന്നതായി ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. ഇടതുപക്ഷ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ ബിജെപി എല്ലാ നിലയിലും ശ്രമിക്കുകയാണെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. ചേളന്നൂർ പുതിയടത്ത് താഴം പോഴിക്കാവ് കുന്ന് ഇടിച്ചു നിരത്തുന്നതിനെതിരെ നാട്ടുകാർ. നരുക്കിനി അത്താണി പെയിൻ ആൻഡ് പാലിയേറ്റീവിന്റെ നേതൃത്വത്തിൽ കടലോളം പരിപാടി. സംസ്ഥാന വെറ്റിനറി കലോത്സവത്തിൽ തൃശൂർ ജില്ലാ ചാമ്പ്യന്മാർ. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിൽ ബിജെപിക്കേറ്റ പരാജയത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം തനിക്കാണെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. താൻ പ്രസിഡന്റായി തുടരണോ എന്ന കാര്യം കേന്ദ്ര നേതൃത്വം തീരുമാനിക്കട്ടെ എന്നും സുരേന്ദ്രൻ കോഴിക്കോട്ട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. തെരഞ്ഞെടുപ്പിലെ വിജയപരാജയങ്ങളുടെ ധാർമ്മികമായ ഉത്തരവാദിത്വം ഉത്തരവാദിത്തമാണെങ്കിലും ടീമിനെ നയിക്കുന്ന ആളെന്നുള്ള നിലയിൽ സംസ്ഥാന അധ്യക്ഷന് തന്നെയാണ്. മറ്റാർക്കും അതിൽ ഉത്തരവാദിത്തമില്ല. ഞാൻ ആവർത്തിച്ച് പറയാണ്, ഒരു ടീമിനെ നയിക്കുമ്പോൾ വിജയങ്ങൾ ഉണ്ടാവുമ്പോഴും പരാജയങ്ങൾ ഉണ്ടാവുമ്പോഴും സമചിത്തതയോടെ അതിനെ നേരിടുക എന്നുള്ളത് മാത്രമാണ് വഴി. തുല്യ നിന്ദാ സ്തുതിർ മൗനി എന്ന് കേട്ടില്ലേ? കുറെ ആൾക്കാർ സ്തുതിക്കുമ്പോൾ പൊങ്ങാനും കുറെ ആൾക്കാർ നിന്ദിക്കുമ്പോൾ താഴാനുള്ളതല്ല ഞങ്ങളുടെ നിലപാട്. അതുകൊണ്ട് സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെതായാലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെതായാലും അതുപോലെ തെരഞ്ഞെടുപ്പിലെ ഔട്ട്കമിൻ്റെതായാലും 3 മണ്ഡലത്തിലെയും, അത് വയനാടായാലും പാലക്കാടായാലും ചേലക്കരയായാലും എല്ലാവരും ചേർന്നാണ് തെരഞ്ഞെടുപ്പ് നടത്തിയതെങ്കിലും പ്രാഥമികമായ ഉത്തരവാദിത്വം സംസ്ഥാന അധ്യക്ഷന് തന്നെയാണ്. എന്റെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഓഡിറ്റ് ചെയ്യപ്പെടണം, ഓഡിറ്റ് ചെയ്യപ്പെടും. ഞാൻ ശരിയായ നിലയിൽ അല്ല പ്രവർത്തിച്ചതെന്ന് ബോധ്യമുണ്ടെങ്കിൽ ഓഡിറ്റിന് വിധേയനാവും. ഞാൻ നിൽക്കണോ പോണോ എന്ന് പാർട്ടി കേന്ദ്ര നേതൃത്വം തീരുമാനിക്കും. അതിന് യാതൊരു തടസ്സവും എന്റെ ഭാഗത്തില്ല. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഇടതുപക്ഷ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനും മോശമാക്കാനും ബിജെപി എല്ലാ നിലയിലും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഇതിനായി ദേശീയ അന്വേഷണ ഏജൻസികളെ ഉപയോഗിക്കുകയാണെന്നും മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. CPIM ഫറൂഖ് ഏരിയ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. 24-ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായിട്ട് നടക്കുന്ന ഫറൂഖ് ഏരിയ സമ്മേളനത്തിലുള്ള ദീപശിഖാരാജിയാണ്. CPIM ഫറൂഖ് ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം രാമനാട്ടുകരയിൽ നടന്നു. മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. പ്രധാനപ്പെട്ട പദവിയിൽ ഇരിക്കുന്നവർ പോലും ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനെ പോലെയാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് നിവേദനം പോലും കൊടുക്കാതെ പണം അനുവദിച്ചില്ലേ? പണം അനുവദിക്കേണ്ടതെന്നല്ല, എവിടെ ദുരന്തം ഉണ്ടായാലും അവിടെയൊക്കെ മനുഷ്യന്മാരാണ്, അവിടെയൊക്കെ അനുവദിക്കണം. എന്നാൽ ചൂരൽമല ദുരന്തത്തിന് ശേഷം പ്രളയം ബാധിച്ച ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ത്രിപുര, സിക്കിം, ആസാം സംസ്ഥാനങ്ങൾക്ക് ഉടനെ കേന്ദ്ര സഹായം നൽകി. ഇതെന്ത് ന്യായം? ഇത് ന്യായമാണോ? ഇടതുപക്ഷമാണ് കേരളത്തിൽ ഭരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഇവിടെ ഫണ്ട് തരാത്ത നിലപാട് ഇത് ശരിയാണോ? സെപ്റ്റംബർ 7-ന് വെള്ളപ്പൊക്കമുണ്ടായ തെലങ്കാനയിൽ കെടുതികൾ അവലോകനം ചെയ്യാനെത്തിയ കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് ചൗഹാൻ തെലങ്കാനക്കും ആന്ധ്രാപ്രദേശിനുമായി അനുവദിച്ചത് എത്ര ഞങ്ങൾ അറിയോ? 3448 കോടി. കേരളത്തോടോ
ഈ വർഷം മാത്രം 9,044 കോടി രൂപ കേന്ദ്രം ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും 21 സംസ്ഥാനങ്ങൾക്കായി നൽകി. ഇതിലും നമ്മുടെ കേരളമില്ല. ഇത് ന്യായമാണോ? സമ്മേളനത്തിൽ ഏരിയ സെക്രട്ടറി ടി രാധാഗോപി അധ്യക്ഷത വഹിച്ചു. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം ഗിരീഷ് തുടങ്ങിയവർ സംസാരിച്ചു. കോഴിക്കോട് നഗരത്തെ ശ്വാസം മുട്ടിക്കുന്ന ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിനുള്ള നിർദ്ദിഷ്ട വട്ടക്കിണർ, അരീക്കാട്, ചെറുവണ്ണൂർ മേൽപ്പാലങ്ങളുടെ നിർമ്മാണം വേഗത്തിലാക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. ഫറൂഖ് ESI റഫറൽ ആശുപത്രിയുടെ ശോച്യാവസ്ഥ പരിഹരിക്കുക, വർഗീയത ആളിക്കത്തിക്കാനുള്ള സംഘപരിവാർ നീക്കങ്ങൾക്കെതിരെ അണിനിരക്കുക തുടങ്ങിയ പ്രമേയങ്ങളും സമ്മേളനം അംഗീകരിച്ചു. ന്യൂസ് ബ്യൂറോ, രാമനാട്ടുകര. ചേളന്നൂർ പുതിയടത്ത് താഴം ചിറക്കുഴി റോഡിന് സമീപം പോഴിക്കാവ് കുന്ന് ഇടിച്ചു നിരത്തുന്നതിനെതിരെ നാട്ടുകാർ. ദേശീയപാത നിർമ്മാണത്തിനെന്ന പേരിൽ കുന്ന് ഇടിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് നാട്ടുകാർ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. നമ്മൾ ജീവിക്കുന്ന ഭൂമി ഗുരുതരമായ പരിസ്ഥിതി പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഭൂമിയിലെ ജൈവവൈവിധ്യം നഷ്ടപ്പെട്ടാൽ എല്ലാ ജീവജാലങ്ങൾക്കും നാശമുണ്ടാകുമെന്ന് ചേളന്നൂരിന്റെ തലയെടുപ്പായിരുന്ന പോഴിക്കാവ് കുന്ന് റോഡ് നിർമ്മാണത്തിന് വേണ്ടി ഇടിക്കാൻ തുടങ്ങിയപ്പോൾ ആദ്യം എതിർപ്പുമായി എത്തിയവരെല്ലാം കേസിൽ കുടുങ്ങി. എതിർപ്പുകൾ മെല്ലെ നിശ്ചലമാകുമെന്നാണ് അധികൃതർ വിചാരിച്ചത്. എന്നാൽ കുന്നു തന്നെ ഇല്ലാതാകുന്ന ഘട്ടം വന്നതോടെയാണ് നാടാകെ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ നിരവധി പേരാണ് ജനകീയ കൂട്ടായ്മയുടെ പ്രതിഷേധത്തിലേക്ക് ഒഴുകിയെത്തിയത്. കുന്നിടിക്കാൻ നിയമത്തിന്റെ പടവാളുമായി നിൽക്കുന്നവർക്ക് മുൻപിൽ വലിയ ചെറുത്തുനിൽപ്പ് തന്നെ ഉണ്ടാകുമെന്നാണ് ജനകീയ കൂട്ടായ്മ മുന്നറിയിപ്പ് നൽകുന്നത്. 500-ലധികം പേർ പങ്കെടുത്ത കൂട്ടായ്മയിൽ ചേളന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP നൌഷീർ ഉദ്ഘാടനം നിർവഹിച്ചു. അതൊരിക്കലും സാധ്യമല്ലെന്ന് ഉറക്കെ പറയാനാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് എന്നാണ് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പറയാനുള്ളത്. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതിനെതിരെ ഒറ്റക്കെട്ടായി നിന്നുള്ള നമ്മുടെ ഈ പോരാട്ടം വിജയം കാണുന്നതുവരെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നിങ്ങൾക്ക് മുന്നിലുണ്ടാകുമെന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് ഇത് ഉദ്ഘാടനം പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ അവസാനിക്കും. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. P പ്രദീപ് കുമാർ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഗൗരി പുതിയോത്ത്, മെമ്പർ P വിജയൻ, ഷിജുലാൽ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചേളന്നൂർ. വെറ്ററിനറി ഡോക്ടർമാർക്കായി ഇന്ത്യൻ വെറ്ററിനറി അസോസിയേഷൻ സംഘടിപ്പിച്ച സംസ്ഥാന കലോത്സവം രാഗമാലികയിൽ തൃശൂർ ജില്ലാ ചാമ്പ്യന്മാരായി. കോഴിക്കോട് ജില്ല 2ാം സ്ഥാനവും കാസർഗോഡ് ജില്ല 3ാം സ്ഥാനവും നേടി. ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ സംസ്ഥാന കലോത്സവത്തിൽ തൃശൂർ ജില്ലയിലെ ഡോക്ടർ S രാമു കലാപ്രതിഭയായും കോഴിക്കോട് ജില്ലയിലെ ഡോക്ടർ ഷസ്ന മുഹമ്മദ് അലി കലാതിലകമായും തെരഞ്ഞെടുക്കപ്പെട്ടു. ആലപ്പുഴ ജില്ലയിലെ ഡോക്ടർ S ജയശ്രീ സർഗപ്രതിഭയായും തെരഞ്ഞെടുക്കപ്പെട്ടു. കലോത്സവത്തിന്റെ ഉദ്ഘാടനം കോഴിക്കോട് കോർപ്പറേഷൻ മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് നിർവഹിച്ചു. സമാപന സമ്മേളനവും സമ്മാന വിതരണവും MLA തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ കേരളയുടെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ N ഉഷാറാണി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗം ഡോക്ടർ CK ഷാജിബ് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ഡോക്ടർ K ജയരാജ്, ട്രഷറർ ഡോക്ടർ M മുഹമ്മദ് ആസിഫ്, വേൾഡ് മലയാളി ഫെഡറേഷൻ ഗ്ലോബൽ ചെയർമാൻ ഡോക്ടർ J രത്നകുമാർ, സംഘടനാ ഭാരവാഹികളായ ഡോക്ടർ KK ബേബി, ഡോക്ടർ N മോഹനൻ, ഡോക്ടർ U ശ്രീധരൻ, ഡോക്ടർ അഖിൽ പ്രേം തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ ജില്ലകളിൽ നിന്നുമായി 100ഓളം ഡോക്ടർമാരാണ് മത്സരങ്ങളിൽ മാറ്റുരച്ചത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.
Bobby Chamanur International Jeweler. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. വാക്കിന്റെ വളപ്പൊട്ടുകൾ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. ആലങ്കോട് ലീലാകൃഷ്ണനിൽ നിന്നും PK പാറക്കടവ് പുസ്തകം ഏറ്റുവാങ്ങി. ആറ്റക്കോയ പള്ളിക്കണ്ടി ഗ്രന്ഥകാരി സുഫൈറ അലിയെ ആദരിച്ചു. സുഫൈറ അലിയുടെ വാക്കിന്റെ വളപ്പൊട്ടുകൾ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. ആലങ്കോട് ലീലാകൃഷ്ണൻ പുസ്തകം പ്രകാശനം ചെയ്തു. PK പാറക്കടവ് പുസ്തകം ഏറ്റുവാങ്ങി. മിസ്റ്റിക് കവിതകളാണ് സുഫൈറ അലിയുടെ പുസ്തകത്തിലുള്ളതെന്ന് ആലങ്കോട് ലീലാകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. ഈ പുസ്തകത്തിലുടനീളം പ്രണയമുണ്ട്. ഈ പ്രണയമാകട്ടെ നമ്മൾ ഇന്ന് വ്യവഹരിക്കപ്പെടുന്ന തരത്തിലുള്ള ഒരു പ്രണയമല്ല. ഈ പ്രണയം ദിവ്യവും മഹത്വവുമായൊരു വികാരമാണ് സുഫൈറ അലിക്ക്. എല്ലാ കവിതകളിലും അതുണ്ട്. അതിന് ഏറ്റവും നല്ല ഒരു ഉദാഹരണമായിട്ട് പറയാവുന്ന ഒരു കവിത ഇഷ്ക് ആണ്. ഹൃദയഭിത്തികളിൽ നിന്റെ നാമം എഴുതി ചേർക്കുന്നു, ചിന്തയുടെ ആകാശദൂരം നിന്നെ മാത്രം ഓർക്കുന്നു, അധരങ്ങൾക്കിടയിലെ സ്പർശനത്തിൽ നിന്റെ മൊഴികൾ ചേർത്തു വയ്ക്കുന്നു, നിന്നോടുള്ള ഇഷ്ക് ദസ്വി മണികളിൽ കോർത്തു വയ്ക്കുന്നു. ഈ ഇഷ്ക് ആരോടാണ് എന്നതിൽ കൃത്യമായി അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഇഷ്ക് ദസ്വി മണികളിൽ കോർത്തു വെച്ച് അനന്തതയുടെ അപാരതയുടെ പ്രപഞ്ചത്തിന്റെ മുഴുവൻ നാഥനായ നിന്നോടാണ്. ഒരുപക്ഷെ ദൈവത്തോടുള്ള പ്രണയം തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വിശുദ്ധമായ പ്രണയം. ആ പ്രണയമാണ് നമ്മൾ മനുഷ്യരിലേക്ക് കൊണ്ടുവരുന്നത്. വാക്കുകളുടെ ധൂർത്ത് കവിതയിൽ കാണാനില്ലെന്ന് PK പാറക്കടവ് പറഞ്ഞു. പ്രൊഫസർ ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ പുസ്തകം പരിചയപ്പെടുത്തി. ആറ്റക്കോയ പള്ളിക്കണ്ടി പൊന്നാടി അണിയിച്ചാദരിച്ചു. പ്രതാപൻ തായാട്ട് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നിസാർ അഹമ്മദ്, സെറീന ഉമുസമൻ, PK സിറാജ്, ഫാത്തിമ ഷെറിൻ, അൻസാരി എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നരുക്കിനി അത്താണി പെയിൻ ആൻഡ് പാലിയേറ്റീവ് നേതൃത്വത്തിൽ കടലോളം എന്ന പരിപാടി. അത്താണിയിൽ ചികിത്സയിൽ കഴിയുന്നവരെ സ്വാന്തനിപ്പിക്കാനായാണ് കടൽ തീരത്തേക്ക് എത്തിച്ചത്. കേന്ദ്രത്തിലെ 234 പേർ ബീച്ചിലെത്തി. കിടപ്പിലായ 234 പേരാണ് നരുക്കുനി അത്താണി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിന്റെ നേതൃത്വത്തിൽ കടൽ തീരത്തെത്തി കടലോളം പരിപാടിയിൽ പങ്കുകൊണ്ടത്. 2005 ആരംഭിച്ച അത്താണിയിൽ സാന്ത്വനം തേടിയെത്തിയവരും അഗതി മന്ദിരത്തിൽ കഴിയുന്നവരും പാലിയേറ്റീവ് പരിചരണം തേടുന്നവരുമായി കേന്ദ്രത്തിലെ അംഗങ്ങൾ ഭൂരിഭാഗവും ചക്ര കസേരയിലാണ് എത്തിയത്. ഇവരെ സഹായിക്കാൻ അത്താണി ജീവനക്കാരും കുടുംബവും എത്തിയിരുന്നു. കൈരളി സ്റ്റീൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ പഹലിഷ ഉദ്ഘാടനം ചെയ്തു. സുലൈമാൻ കാരാടൻ അധ്യക്ഷത വഹിച്ചു. അത്താണി ജനറൽ സെക്രട്ടറി VP അബ്ദുൽ ഖാദർ, PTA റഹീം MLA, കുഞ്ഞബ്ദുള്ള കാട്ടുകണ്ടി, മലബാർ ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ AK നിഷാദ്, മെറാൾഡ ഗോൾഡ് ചെയർമാൻ M ജലീൽ, സുബൈർ കൊളക്കാടൻ, ബ്രസീലിയ, M അബ്ദുൽ കലാം ഹാജി, V ഹുസൈൻ ഹാജി തുടങ്ങിയവർ പ്രസംഗിച്ചു. എന്തായാലും വളരെ സന്തോഷമുണ്ട്. ഇത്തരം ഒരു വേദി ഞാൻ കണ്ടത് വെല്ലൂർ CMCയിലാണ്. റീഹാബ് മേള എന്നൊരു പരിപാടി അവിടെ ഉണ്ടായത്. ഇത്തരം ആളുകളെ വർഷത്തിലൊരിക്കൽ നടത്തുന്ന ഒരു പ്രോഗ്രാമാണ്. നാട്ടുകൂട്ടം കോഴിക്കോടിന്റെ ഗാനസന്ധ്യയും മുട്ടിപ്പാട്ടും അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മലബാർ എഡ്യൂക്കേഷൻ മൂവ്മെന്റ് സംഘടിപ്പിക്കുന്ന മലബാർ എഡ്യൂക്കേഷൻ കോൺഗ്രസ് നവംബർ 28-നും 29-നും നടത്തും. കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിലെ സെമിനാർ കോംപ്ലക്സിൽ നടക്കുന്ന പരിപാടിയിൽ അക്കാഡമിക വിദഗ്ധർ പങ്കെടുക്കും. മലബാറിൽ വിദ്യാഭ്യാസ രംഗത്ത്, അത് പൊതുവിദ്യാഭ്യാസമാവട്ടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയാവട്ടെ, അവസരമില്ലായ്മയുടെ പ്രശ്നമുണ്ട്. ഇപ്പൊ ഈ പ്രശ്നം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ സീറ്റ് ക്ഷാമം നമ്മൾ പറയുമ്പം ഒഴിഞ്ഞു കിടക്കുന്ന സീറ്റിന്റെ കണക്ക് പലപ്പോഴും പറയാറുണ്ട്. പക്ഷെ അത് ഏത് മേഖലയിലാണ് അത് ഉള്ളത്? അപ്പൊ നമുക്കറിയാം, ചില ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ സ്വാശ്രയ മേഖലയിലൊക്കെ ആവാം ആ സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നത്. അപ്പൊ ഈ അവസരമില്ലായ്മ എന്ന പ്രശ്നം ഇപ്പോഴും തുടരുന്നുണ്ട്. ഇത് പരിഹരിക്കേണ്ടതുണ്ട്.
പൊതുവിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ രംഗങ്ങളിൽ അവസരമില്ലായ്മ എന്ന ഗുരുതരമായ പ്രശ്നം അക്കാദമിക രംഗത്തെ പ്രമുഖരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചർച്ച ചെയ്യുകയാണ് മലബാർ എഡ്യൂക്കേഷൻ കോൺഗ്രസിലൂടെ ചെയ്യുന്നതെന്ന് സംഘാടകർ അറിയിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി CH ചെയറിന്റെ സഹകരണത്തോടെയാണ് ഇക്വിറ്റി, ഇക്വാലിറ്റി, ക്വാളിറ്റി ഇൻ എഡ്യൂക്കേഷൻ എന്ന വിഷയത്തിൽ രണ്ടാമത് മലബാർ എഡ്യൂക്കേഷൻ കോൺഗ്രസ് സംഘടിപ്പിക്കുന്നത്. MLA അബ്ദുൽ ഹമീദ് മാസ്റ്റർ എഡ്യൂക്കേഷൻ കോൺഗ്രസിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. പ്രശസ്ത പഠന വിദഗ്ധൻ ഡോക്ടർ KKN കുറുപ്പ്, RBI ചെയർപേഴ്സൺ പ്രൊഫസർ S ഇരുദയ രാജൻ, ഡോക്ടർ K ജാഫർ, ഡോക്ടർ M കബീർ തുടങ്ങിയവരും പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ കാലിക്കറ്റ് സർവകലാശാല CH ചെയർ ഡയറക്ടർ ഖാദർ പാലാഴി, ചെയർമാൻ പ്രൊഫസർ അബ്ദുൽ നാസർ, സെക്രട്ടറി O അക്ഷയ് കുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നാഷണൽ NGO കോൺഫെഡറേഷൻ 50% സബ്സിഡിയോടെ ഗൃഹോപകരണങ്ങൾ വിതരണം ചെയ്തു. ഡയറക്ടർ ബോർഡ് അംഗം ബേബി കിഴക്ക് ഭാഗം ഉദ്ഘാടനം ചെയ്തു. 26 വനിതകൾക്കാണ് ഉപകരണങ്ങൾ നൽകിയത്. നാഷണൽ NGO കോൺഫെഡറേഷന്റെ ഡിജിറ്റൽ ഗ്രാമ പദ്ധതിക്ക് കീഴിൽ ഇംപ്ലിമെന്റിംഗ് ഏജൻസിയായ ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ 26 വനിതകൾക്ക് 50% സബ്സിഡിയോടുകൂടി ഗൃഹോപകരണങ്ങൾ വിതരണം ചെയ്തു. EDS ട്രെയിനിംഗ് ഹാളിൽ വെച്ച് നടന്ന വിതരണ ചടങ്ങ് NGO ഡയറക്ടർ ബോർഡ് അംഗം ശ്രീ ബേബി കിഴക്കേ ഭാഗം ഉദ്ഘാടനം ചെയ്തു. ആദ്യം ഞങ്ങൾ ഏറ്റവും കൂടുതൽ കോഴിക്കൂട്, അത് ഗ്രാമപ്രദേശങ്ങളിൽ സ്ത്രീകൾക്ക് ദൈനംദിനം മുട്ട വിറ്റ് കാശ് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു പദ്ധതി ആരംഭിച്ച നല്ലൊരു കോഴിക്കൂട് കൊടുക്കാറുണ്ട്. അതാണ് ആദ്യം ഞങ്ങൾ ആരംഭിച്ചത് 2 വർഷം മുമ്പ്. എത്ര പണം ഉണ്ടെങ്കിലും നിങ്ങളുടെ കൈകളിൽ, വനിതകളുടെ കയ്യിൽ പൈസ കിട്ടിയാൽ, അല്ലെങ്കിൽ കുടുംബിനിയുടെ പൈസ കിട്ടിയാൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമോ. അപ്പോൾ ആ രീതിയിൽ വന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടാമത് തുടങ്ങിയാണ് തയ്യൽ മെഷീൻ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ലീഡ് ചെയ്യുന്ന ബ്രാൻഡാണ് ഉഷ ബ്രാൻഡ്. ഞങ്ങൾ കമ്പനിയായിട്ട് ഇത് ചെയ്തിട്ട് അവരുടെ 50% വിലയ്ക്ക് ഈ കഴിഞ്ഞ മാസം വരെ 50,000 തയ്യൽ മെഷീനാണ് ഉഷയുടെ ബ്രാൻഡ് ഞങ്ങൾ കേരളത്തിൽ 50% വിലയ്ക്ക് വിറ്റഴിക്കപ്പെട്ടത്. NGOയുടെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റും നോർത്തേൺ റീജിയണൽ കോർഡിനേറ്ററുമായ ശ്രീ മോഹനൻ കോട്ടൂർ അധ്യക്ഷത വഹിച്ചു. NGO ജില്ലാ സെക്രട്ടറി ശ്രീ സുരേഷ് ബാബു ആശംസകൾ അർപ്പിച്ചു. EDS പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജാനകി P സ്വാഗതവും നൂർജഹാൻ നന്ദിയും പറഞ്ഞു. 26 വനിതകൾക്ക് 50% ഗുണഭോക്തൃ വിഹിതവും 50% NGO സമാഹരിച്ച വിഹിതവും ചേർത്ത് 13,55,510 രൂപയുടെ ഗൃഹോപകരണങ്ങളാണ് വിതരണം ചെയ്തത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. പഴനി ദണ്ഡായുധ സ്വാമി ദേവസ്ഥാന അർച്ചന സ്ഥാനികർ ശ്രീ ശെൽവ സുബ്രഹ്മണ്യ ശിവാചാര്യർ തളി ശ്രീ മഹാഗണപതി ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികളും പുരോഹിതന്മാരും ചേർന്ന് സ്വീകരിച്ചു. പഴനി ദണ്ഡായുധ സ്വാമി ദേവസ്ഥാന അർച്ചന സ്ഥാനികർ ശ്രീ ശെൽവ സുബ്രഹ്മണ്യ ശിവാചാര്യർ തളി ശ്രീ മഹാഗണപതി ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ക്ഷേത്രത്തിലെത്തിയ ശെൽവ സുബ്രഹ്മണ്യ ശിവാചാര്യരെ ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി MJ അനന്തനാരായണൻ, ക്ഷേത്രം മുഖ്യ പുരോഹിതൻ ബ്രഹ്മശ്രീ ബാലസുബ്രഹ്മണ്യ ശർമ്മ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് ശെൽവ സുബ്രഹ്മണ്യ ശിവാചാര്യർ തളി ബ്രാഹ്മണ സമൂഹം TBS ശ്രീ വിദ്യാഭാരതി വേദ പാഠശാലയും സന്ദർശിച്ചു.
സാംഖ്യത്രയ പ്രതിപാദക വേദിക മാർഗ പ്രവർത്തക സർവതന്ത്ര സ്വതന്ത്ര ആദിരാജധാനി വിദ്യാനഗര മഹാരാജധാനി കർണാടക സിംഹാസന പ്രതിഷ്ഠാപനാചാര്യ ശ്രീമദ് രാജാധിരാജ ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ഓൾ കേരള ഫിഷ് മർച്ചന്റ്സ് അസോസിയേഷൻ ബേപ്പൂർ യൂണിറ്റ് കൺവെൻഷൻ BC റോഡ് എടത്തൊടി ഹാളിൽ നടന്നു. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി RMA മുഹമ്മദ് കണ്ണൂർ ഉദ്ഘാടനം ചെയ്തു. 2025 ഫെബ്രുവരി 23 തൃശൂരിൽ വെച്ച് നടക്കുന്ന സംസ്ഥാന കൺവെൻഷനോടനുബന്ധിച്ച് ഓൾ കേരള ഫിഷ് മെർച്ചന്റ്സ് അസോസിയേഷൻ ബേപ്പൂർ യൂണിറ്റ് സ്പെഷ്യൽ കൺവെൻഷൻ BC റോഡ് എടത്തൊടി ഹാളിൽ വെച്ച് നടന്നു. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി RMA മുഹമ്മദ് കണ്ണൂർ ഉദ്ഘാടനം ചെയ്തു. രാപ്പകലില്ലാണ്ട് ഓടിയിട്ടാണ് നമ്മൾ ഈ സംഘടന ഇന്ന് ഈ രീതിയിലേക്ക് വളർന്നു. ആ വളർച്ച നേരത്തെയുള്ള നേതാക്കന്മാർക്ക് പോലും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ്. അവർക്ക് ഇത്രയും ഇത്രയും കഴിവും ഇതിനേക്കാൾ ജനങ്ങളും ഉണ്ടായിട്ട് ഈ രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല. ഇന്ന് ഒരു വിഷയം ഉണ്ടാവുമ്പോൾ നമ്മളെ ബന്ധപ്പെടുക, ഫിഷ്മിലെ കമ്പനികൾ നമ്മളെ ബന്ധപ്പെടുക, അതേപോലെ തന്നെ ചെമ്മീന്റെ കമ്പനികൾ നമ്മളെ ബന്ധപ്പെടുക. കാരണം ഇന്ന് ഒരു കടലാമന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് അമേരിക്ക കൊണ്ടുവന്ന നിയമങ്ങൾ ഒരു കാരണവശാലും ഇന്ത്യൻ ഗവൺമെന്റിന് മറികടക്കാൻ പറ്റാത്ത രീതിയിൽ ഉണ്ടായതിന്റെ കാരണം നമ്മളെ പ്രതിഷേധ ശക്തി കുറഞ്ഞതിന്റെ പേരില്ല. ആരൊക്കെ പ്രതിഷേധിച്ച ഒരു കമ്പനി പോലും പ്രതിഷേധിച്ചില്ല, ഒരു വള്ളക്കാർ വരെ പ്രതിഷേധിച്ചില്ല. എന്താ കാരണം അറിയും? ഈ സാധനം നമ്മൾ എടുക്കുന്നതിന്റെ പേരില്ല. കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് P. ജാബിർ ജില്ലാ പ്രവർത്തന ഫണ്ട് ഏറ്റുവാങ്ങി. യൂണിറ്റ് പ്രസിഡന്റ് C. മൊയ്തീൻ കോയ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ട്രഷറർ റഷീദ്, ജോയിന്റ് സെക്രട്ടറി KV മുസ്തഫ, M. അലി എന്നിവർ പ്രസംഗിച്ചു. K. മനാഫ് സ്വാഗതവും പ്രബീഷ് മൊക്കത്ത് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ബിസിനസ് കേരള ഗൾഫ് ഇന്ത്യൻ ട്രേഡ് എക്സ്പോ ഡിസംബർ 7-നും 8-നും കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ നടക്കും. എക്സ്പോയുടെ ഭാഗമായ ന്യൂസ് കേരള 31ാം വാർഷികാഘോഷവും അവാർഡ് നൈറ്റും മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. നമ്മളൊരു അവാർഡ് ഫംഗ്ഷനും അതുപോലെ തന്നെ ന്യൂസ് കേരളന്റെ വാർഷികാഘോഷവും നടക്കുകയാണ്. കോഴിക്കോട്ടെയും അതുപോലെ തന്നെ കേരളത്തിലെയും സാമൂഹ്യ രാഷ്ട്രീയ സാഹിത്യ മേഖലകളിലെ മുഴുവൻ ആൾക്കാരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ പരിപാടി നടത്തുന്നത്. ഇന്ത്യയിലെയും ഗൾഫ് രാജ്യങ്ങളിലെയും ബിസിനസ്സുകളെ ഏകോപിപ്പിച്ച് സഹകരണം വളർത്തി കൂട്ടായ വിജയം കൈവരിക്കുകയാണ് ഗൾഫ് ഇന്ത്യൻ ട്രേഡ് എക്സ്പോയുടെ ലക്ഷ്യമെന്ന് സംഘാടകർ പറഞ്ഞു. 200ഓളം B2B ബിസിനസ് സ്റ്റാളുകൾ സജ്ജീകരിക്കും. ബിസിനസ് സെമിനാറുകൾ, പാനൽ ചർച്ചകൾ, ബിസിനസ് ട്രെയിനിംഗ് പ്രോഗ്രാമുകൾ, നിക്ഷേപ സംഗമങ്ങൾ, അവാർഡ് നൈറ്റ് എന്നിവയും നടക്കും. ന്യൂസ് കേരളയും ബിസിനസ് കേരളയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ബിസിനസ് എക്സലൻസ് അവാർഡ് നൈറ്റിൽ ഇന്ത്യയിലെ പ്രമുഖ സംരംഭകരെ അവാർഡ് നൽകി ആദരിക്കും. വാർത്താ സമ്മേളനത്തിൽ ബിസിനസ് കേരള ഫൗണ്ടർ ചെയർമാൻ EP നൌഷാദ്, അഖിൽ കൃഷ്ണ, ന്യൂസ് കേരള അസോസിയേറ്റ് എഡിറ്റർ M. മനോജൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഡിസംബർ 7-നും 8-നും കാലിക്കറ്റ് ട്രേഡ് സെന്ററിലാണ് ഗൾഫ് ഇന്ത്യൻ ട്രേഡ് എക്സ്പോ സംഘടിപ്പിക്കുന്നത്. ഇത് കേരളത്തിലെ കമ്പനീസും ഉണ്ട്, GCC എന്നുള്ള കമ്പനീസുമാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. കൂടുതൽ കേരളത്തിലുള്ള കമ്പനീസാണ് ഉള്ളത്. പിന്നെ അവർക്കൊക്കെ അവരുടെ ഓപ്പർച്യൂണിറ്റികൾ ഇതേമാതിരി പരിചയപ്പെടുത്താം. പങ്കെടുക്കുന്ന ആളുകൾക്ക് അവരുടെ ഇപ്പോൾ ഏത് ബിസിനസ് അവർക്ക് ജോയിൻ ചെയ്യാൻ അവസരമുണ്ട്. അതിന് എക്സ്പോ പറഞ്ഞത് എല്ലാ കേരളത്തിലെ ബിസിനസ് എക്സ്പോ നടക്കാറുണ്ട്. ഇത് ആർക്കും പങ്കെടുക്കാൻ പറ്റുന്ന ഒരു എക്സ്പോ ആണ് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന YouTube ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഉപതെരഞ്ഞെടുപ്പുകൾ BJPക്കേറ്റ പരാജയത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏൽക്കുന്നതായി BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ. ഇടതുപക്ഷ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ BJP എല്ലാ നിലയിലും ശ്രമിക്കുകയാണെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ചേളന്നൂർ പുതിയടത്ത് താഴം പോഴിക്കാവ് കുന്ന് ഇടിച്ചു നിരത്തുന്നതിനെതിരെ നാട്ടുകാർ. നരുക്കിനി അത്താണി പെയിൻ ആൻഡ് പാലിയേറ്റീവിന്റെ നേതൃത്വത്തിൽ കടലോളം പരിപാടി. സംസ്ഥാന വെറ്റിനറി കലോത്സവത്തിൽ തൃശൂർ ജില്ലാ ചാമ്പ്യന്മാർ.
ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.